ഞങ്ങൾ ചിറ്റ്കുളിന്ന് വന്നപ്പോ അവിടെ നിന്ന് നോക്കിയായിട്ട് കയറിയ മലയാളീസ് ആട്ടോ ഇവര് രണ്ടുപേരാണെങ്കിൽ സർപ്പാസ് കയറി ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുന്നത്. ഇവരാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ പോലെ തന്നെ 1,00,000 വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ടീമാട്ടാ. ഈ 1,00,000 ടീമാണെങ്കിൽ കൽപ്പ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഇനി കൽപ്പ പോവാൻ നിൽക്കുന്നതായിരുന്നു. ഇവര് പറഞ്ഞ കുറച്ച് കാര്യം കൊണ്ട് ഞങ്ങൾ കൽപ്പ പോകാനുള്ള പ്ലാനിങ് ഞങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചുട്ടാ. ഈ കാണുന്ന മഞ്ഞുമലയുടെ വ്യൂവിനെക്കാട്ട് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് കൽപ്പന്ന് കാണാൻ പറ്റുന്നട്ടാ ഇവര് പറഞ്ഞ കാരണം. നല്ല മഴ കാരണം ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാഴ്ചട്ടാ ഈ ഗോൾഡൻ സൺസെറ്റ്. ഇനി അവിടെ ഞങ്ങൾ പോയിട്ട് മഴ എങ്ങനെ പെയ്ത പിന്നെ ഈ വ്യൂ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കൽപ്പ എന്നുള്ള ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ക്യാൻസൽ ആക്കി. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഇപ്പൊ ആൾബലം കൂടി ഇപ്പൊ 4 ആളായിട്ട്. ഞങ്ങൾ 4 ആൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ടാബോക്കാണ്. ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് ടാബോ പോകണമെങ്കിൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പെടണം. അതെന്തിട്ടാന്ന് ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഞങ്ങൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിലെ ഓഫീസ് കയറി ഇവിടെ ടെന്റ് അടിച്ചോട്ടെ എന്ന് വെച്ചപ്പോ കുഴപ്പമില്ലാന്നാട്ടോ അവര് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ടെന്റ് അടിക്കാനുള്ള സ്ഥലം തപ്പി പോകുമ്പോഴാണ് ഇവന്മാർ ഞങ്ങളുടെ കണ്ണി വിട്ടത്. ഇപ്പൊ അഭിനയം കണ്ടോ? എന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോ അവര് ഓടിപ്പിക്കും. വേറെ 2 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ആളടിപ്പിക്കല്ലേ അവൻ. അവരൊക്കെ നോക്കി വന്നിട്ട് അവർക്കാണെങ്കിൽ കൊടുക്കാനും പറ്റില്ലേ ഇവനുള്ള കാരണം. ഒളിച്ചും പാത്തും കൊടുക്കാൻ പോവാ. അവനാണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട്. ഇവർക്കൊന്നും കൊടുക്കാനും പറ്റില്ലേ. എന്തൊരു കഷ്ട. ആ കണ്ട 3 വിശപ്പ് എന്തായാലും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ടെന്റ് അടിക്കാൻ പോകുന്ന ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിട്ടാ. ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല രീതിയിൽ വിശക്കണ കാരണം ടെന്റ് സെറ്റ് ആക്കിയിട്ട് വേണം മാഗി ഉണ്ടാക്കി തിന്ന് വയറിറങ്ങി. അങ്ങനെ ടെന്റിന്റെ പണി നിർത്തി ഞാനാണെങ്കിൽ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ ഇവർ രണ്ടുപേരാണെങ്കിൽ മിൽക്കി വേഗ് ഇട്ടാൻ നോക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അങ്ങനെ മാഗി തിന്ന് നിർത്താൻ അതിന്റെ പിന്നാലെ ഒരു കട്ടൻ ഇട്ട് കുടിച്ച് നേരെ അലറാൻ വെച്ച് പോയി കിടന്ന് ഉറങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ 3 മണിയായപ്പോഴേക്കും ഞാനും മച്ചാനും കൂടി ഇപ്പൊ ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കാട്ടോ. എല്ലാ ദിവസവും ഇവിടുന്ന് 1 അല്ലെങ്കിൽ 2 വണ്ടി മാത്രം കാസയ്ക്ക് പോകലോട്ടാ. അതുകൊണ്ടാട്ടോ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇത്ര മാത്രം തിരക്ക്. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ക്ഷീണമുള്ള കാരണം കണ്ണ് നല്ലോണം അടഞ്ഞുകൊണ്ട് ഞാൻ നോക്കുമ്പോ ഈ ചേട്ടനൊക്കെ ഇരുന്നുറങ്ങണ്. ടിക്കറ്റ് കിട്ടില്ല എന്ന് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാട്ടാ. അപ്പൊ ഓക്കെ ബൈ.